നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി ദിനത്തിലെ മറ്റൊരു സൂചനയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. എന്താണ് നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് നയിച്ച സംഭവം? നമുക്ക് ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് ഗൂഢാലോചന ആരോപിക്കപ്പെട്ട 8ാം പ്രതി ദിലീപിന് അതിജീവിതയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് അന്നുവരെ കേരളം കേട്ടിട്ടില്ലാത്ത അതിനീചമായ പ്രവൃത്തിയിലേക്ക് നയിച്ചത്. അത് 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യർ, 2ാം ഭാര്യ കാവ്യ, അതിജീവിത എന്നിവരുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതായിരുന്നു. ദിലീപ് കാവ്യ വിവാഹം നടന്ന് 3 മാസം പിന്നിടുമ്പോഴാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ദിലീപ് ആദ്യ പ്രതികരണത്തിൽ ആരോപണം ഉന്നയിച്ചത് മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെ. ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞതു മുതലാണ് തനിക്കെതിരെ നീക്കം തുടങ്ങിയതെന്നാണ് ദിലീപ് ആരോപിച്ചത്. വിധിക്ക് പിന്നാലെ ദിലീപ് പുതിയ പോർമുഖം തുറക്കുന്നതിന്റെ സൂചനയാണോ ഇത്? ആ സംശയമാണ് ഇപ്പോൾ വരുന്നത്. ഒറ്റ രാത്രിയിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ നടന്ന അതിക്രമം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ആദ്യം ആളുകൾ അങ്ങനെ ധരിച്ചിരുന്ന സംഭവത്തിന് പിന്നിലെ ഹീനമായ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ കടന്നുവരുന്നത് ഒരു പ്രസംഗത്തിൽ നിന്നാണ്. 2017 ഫെബ്രുവരി 17 രാത്രി നടിക്കെതിരെ അതിക്രമം നടന്നതിന് പിന്നാലെ ഫെബ്രുവരി 19 എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ചലച്ചിത്ര പ്രവർത്തകർ ഒത്തുചേർന്നിരുന്നു. അവിടെ ഒത്തുകൂടിയവരെല്ലാം അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. നടിക്കെതിരെ നടന്ന ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് അവരെല്ലാം സംസാരിച്ചു. ആ കൂട്ടായ്മയിൽ വെച്ചാണ് മഞ്ജു വാര്യരും സംസാരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സിനിമാ പ്രവർത്തകരുടെ പിന്തുണയുണ്ടാകണമെന്നും മഞ്ജു വാര്യർ അവിടെ വെച്ച് പറഞ്ഞു. കൃത്യമായി മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇവിടെ ഇരിക്കുന്ന പലരെയും സുരക്ഷിതരായി വീടുകളിലെത്തിച്ച ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം തിരിച്ചു കിട്ടാനുള്ള അർഹത സ്ത്രീക്കുണ്ട്. ആ സന്ദേശമാണ് എല്ലാവർക്കും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് മഞ്ജു വാര്യർ അവിടെ പറഞ്ഞത്. അപ്പോൾ ആ പഴയ പ്രസംഗം അതൊന്ന് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അപ്പോ ഇവിടെ ആ പ്രസംഗത്തിൽ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം മഞ്ജു വാര്യർ ശക്തമായി തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്തത്. തന്റെ സുഹൃത്തിനും സഹപ്രവർത്തകയ്ക്കുമൊപ്പം അവർ എല്ലാ കാലവും ഉറച്ചു നിന്നു. 2017 ജൂൺ 21 മഞ്ജു വാര്യർ കേസിൽ മൊഴി നൽകുന്നത്. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി തന്നോട് പറഞ്ഞിരുന്നെന്നും ഇത് ദിലീപിൽ വൈരാഗ്യമുണ്ടാക്കി എന്നുമായിരുന്നു മഞ്ജുവിന്റെ മൊഴി. കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾക്കൊപ്പം മഞ്ജു വാര്യരുടെ മൊഴി കൂടി ചേർത്താണ് ദിലീപിനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയായി ചേർക്കുന്നത്. 2022 ഏപ്രിൽ 8 തുടരന്വേഷണത്തിന്റെ ഭാഗമായി മഞ്ജുവിനെ വീണ്ടും അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു. കേസിൽ പ്രധാനമായ ചില ശബ്ദരേഖകൾ ദിലീപിന്റേതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം വിളിച്ചത്. മഞ്ജു അത് കേൾക്കുകയും ദിലീപിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ സമയത്തും ഡിജിറ്റൽ തെളിവുകളിലെ ദിലീപിന്റെ ശബ്ദവും മറ്റും സ്ഥിരീകരിക്കാനും അന്വേഷണ സംഘം മഞ്ജുവിന്റെ സഹായം തേടിയിരുന്നു. അന്നും അതിനൊപ്പം മഞ്ജു വാര്യർ നിന്നിരുന്നു. ഈ ഘട്ടത്തിൽ ഒന്നും പറഞ്ഞതിൽ നിന്ന് മഞ്ജു വാര്യർ പിന്നോട്ട് പോയിട്ടില്ല. ആദ്യം ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തിയേകുന്ന മൊഴികൾ സിനിമാ രംഗത്തെ മറ്റ് പല സഹപ്രവർത്തകരും നൽകിയിരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവരിൽ പലരും പോലീസിന് നൽകിയ മൊഴി പിന്നീട് മാറ്റിപ്പറഞ്ഞു. ഏതാണ്ട് 28 പേരാണ് ഇതിൽ കൂറുമാറിയ സാക്ഷികൾ. പക്ഷേ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളിൽ ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്നു. കേസിന്റെ വിചാരണ വർഷങ്ങൾ കടന്നുപോയപ്പോഴും ഒരു തവണ പോലും മഞ്ജു നിലപാട് മാറ്റിയില്ല. പലതവണ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമവഴികളിൽ വരേണ്ടി വന്നപ്പോഴും മഞ്ജു വാര്യർ വാക്കുകളിൽ ഉറച്ചു നിന്നു. അതിനോടൊപ്പം സഹകരിച്ചു. ദിലീപുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ ദിലീപിനെതിരെ
നിലപാടുകൾ എടുക്കുക എന്നത്, അതിൽ ഉറച്ചു നിൽക്കുക എന്നത് മഞ്ജു വാര്യർക്ക് അത്ര എളുപ്പമായ കാര്യമായിരുന്നില്ല. മഞ്ജു വാര്യർക്ക് നല്ല സിനിമയിലെ ആർക്കും ആ കാലഘട്ടത്തിൽ അത് എളുപ്പമായിരുന്നില്ല. പക്ഷേ ആ കാലയളവിൽ വ്യക്തിപരമായും സിനിമാ രംഗത്ത് നിന്നും അവർ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. മഞ്ജു വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ ചെയ്യപ്പെട്ട സമയമുണ്ടായിരുന്നു. അവരെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകളും വീഡിയോകളും നിറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. സിനിമയിലേക്ക് തിരിച്ചു വന്ന മഞ്ജുവിനെ ചിത്രങ്ങളിൽ നിന്നും അഭിനേതാക്കളെയൊക്കെ പിൻവലിപ്പിക്കാനുള്ള വലിയ ഗൂഢശ്രമങ്ങൾ നടന്നു. പലതിനും പിന്നിൽ ദിലീപും സംഘവുമാണ് എന്ന സംശയങ്ങളൊക്കെ അന്നും ഉയർന്നതാണ്. ചില തെളിവുകളും ഒക്കെ അക്കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും മഞ്ജു വാര്യറിനെ പിന്തിരിപ്പിക്കാനായില്ല. മഞ്ജു വാര്യർ പറഞ്ഞതിൽ ഉറച്ചു നിന്നു. ഈ കേസിന്റെ അവസാനം വരെയും മഞ്ജു വാര്യർ അതിൽ ഉറച്ചു നിന്നു. പോലീസിലും കോടതിയിലും നൽകിയ മൊഴികളിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല, വെള്ളം ചേർത്തില്ല. അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടിൽ തന്നെയായിരുന്നു മഞ്ജു വാര്യർ. ഇതാണ് ഈ കേസിനെ ഈ വഴിക്കൊക്കെ എത്തിച്ചത്. അതിജീവിതയ്ക്ക് ബലമേറിയതിൽ മഞ്ജു വാര്യറിന്റെ മൊഴികൾക്ക്, നിലപാടുകൾക്ക് ഒക്കെ പ്രാധാന്യമുണ്ട്. കേസിന്റെ അന്വേഷണ ഗതി ഈ രീതിയിൽ തിരിച്ചുവിട്ടതിലും മഞ്ജു വാര്യറിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയുള്ള ദിലീപിന്റെ വാക്കുകൾ വരുന്നത്. ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞത് മുതലാണ് എനിക്കെതിരെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് ഒപ്പം അവരുടെ ആ പ്രതിയുടെ കൂട്ടാളികളെയും കൂട്ടുപിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ മെനഞ്ഞതെന്നാണ് ദിലീപ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും ഒത്താശ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് സമൂഹ മാധ്യമത്തിലൂടെ ഇത് പ്രചരിപ്പിച്ചു എന്ന് ദിലീപ് പറയുന്നു. ആ കള്ളക്കഥയാണ് ഇന്ന് തകർന്നത് എന്നതാണ് ദിലീപ് പറയുന്നത്. യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെ എന്ന് ദിലീപ് പറയുന്നു. തന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഗൂഢാലോചന നടത്തിയത് എന്നതാണ് ദിലീപിന്റെ ഇരവാദം. ഇന്ന് ആദ്യം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ദിലീപ് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. മഞ്ജു വാര്യരോട് ദിലീപിന് കടുത്ത പകയുണ്ട് എന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വാ തുറന്നത് തന്നെ മഞ്ജുവിനോടുള്ള പക വെളിവാക്കിക്കൊണ്ടാണ്. ദിലീപിന്റെ ശരീരഭാഷയിൽ തന്നെ അഹങ്കാരമായിരുന്നു. കോടതിയിലേക്ക് കയറിപ്പോകുമ്പോഴുള്ള ശരീരഭാഷയായിരുന്നില്ല ദിലീപിന് തിരിച്ചിറങ്ങുമ്പോൾ. മാധ്യമങ്ങളോടുള്ള അടങ്ങാത്ത ദേഷ്യവും പകയും അവിടെ വെച്ച് തന്നെ ദിലീപ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ എന്നതായിരുന്നു ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മഞ്ജുവിനും ദിലീപിനും കാവ്യയ്ക്കും അതിജീവിതയ്ക്കും ഇടയിൽ നടന്ന സംഭവങ്ങളുടെ പ്രതികാരമായിരുന്നു അന്ന് ആ രാത്രിയിൽ സംഭവിച്ചത്. ഇതിൽ നടിയുടെ മൊഴി വളരെ പ്രസക്തമാണ്. 2012 മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു എന്നാണ് ആക്രമിക്കപ്പെട്ട നടി വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത്. ദിലീപും ആദ്യ ഭാര്യ മഞ്ജു വാര്യരുമായുള്ള വിവാഹ ബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നതായി നടി പറഞ്ഞു. 2012 മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു. കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് ഈ വിരോധത്തിന് കാരണമെന്ന് നടി ആവർത്തിച്ച് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. 2012 ലണ്ടൻ യാത്രക്കിടെ ദിലീപ് നേരിട്ട് ഇക്കാര്യം ചോദിച്ചു എന്നത് നടി പറഞ്ഞിട്ടുണ്ട്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനെന്നായിരുന്നു അതിജീവിതയോട് ദിലീപ് ചോദിച്ചത്. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകി. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്നായിരുന്നു ദിലീപ് ഭീഷണിപ്പെടുത്തിയതെന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ലെന്നും ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിജീവിത നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുൻപും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3
ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന. എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാലാണ് അന്ന് കൃത്യം നടക്കാതിരുന്നത്. തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് ആക്രമിച്ചത്. കാവ്യ മാധവന് അതിജീവിതയോട് പകയുണ്ടായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡുമായി പൾസർ സുനി കാവ്യയുടെ സ്ഥാപനമായ ലക്ഷ്യയിലേക്ക് എത്തിയിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ കാവ്യയ്ക്കും ദിലീപിനും അതിജീവിതയ്ക്കും ഇടയിൽ സംഭവിച്ച കാര്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ച കേസാണ് ഇത്. ആ കേസിൽ 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ദിലീപിന് ഇപ്പോൾ ആ കേസിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോഴാണ് മഞ്ജു വാര്യർക്കെതിരെ വലിയ രീതിയിൽ പരാമർശവുമായി ദിലീപ് രംഗത്ത് വരുന്നത്. ദിലീപിന് ജനപ്രിയ നായകൻ എന്ന നിലയിൽ നിന്ന് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ട നടനിലേക്ക് കൂപ്പുകുത്തേണ്ടി വന്നത് ഈ 8 വർഷത്തെ കാലയളവിലാണ്. മലയാള സിനിമയെ അടക്കിവാണ ദിലീപ് ആരുമല്ലാതായി മാറി മലയാള സിനിമയ്ക്ക്. വിവാഹത്തിന് ശേഷം 14 വർഷം വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്ന മഞ്ജു എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് കരിയറിൽ അവിസ്മരണീയമായ കുതിച്ചുചാട്ടം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കി. അതിനും നമ്മളൊക്കെ സാക്ഷിയാണ്. അവിടെയാണ് ദിലീപ് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയ പുറത്തേക്ക് വരുമ്പോൾ ആദ്യ പ്രതികരണത്തിൽ മഞ്ജുവിനെതിരെ രംഗത്ത് വരുന്നത്. സമൂഹ മാധ്യമത്തിൽ ഇതിനോടകം തന്നെ ദിലീപിന്റെ ഈ പ്രതികരണം വന്നതിന് ശേഷം മഞ്ജുവിനെതിരായ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനും പിന്നിൽ നിങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ മഞ്ജു വാര്യർക്കെതിരെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള കാരണം സൃഷ്ടിച്ചത് ദിലീപാണ്. പക ഉള്ളിലൊതുക്കിയ ദിലീപ് പുതിയ പോർമുഖം തുറക്കുന്നോ എന്ന സംശയം ജനിപ്പിക്കുന്നതും അവിടെയാണ്. മഞ്ജു തുടങ്ങിവെച്ചു തനിക്കെതിരെ ഗൂഢാലോചന കുറ്റം എന്ന ആരോപണം. അവിടെ നിന്നാണ് തനിക്ക് എല്ലാ നഷ്ടങ്ങളും സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പോർമുഖ തുറന്നുകൊണ്ട് ദിലീപ് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ദിലീപിന്റെ അനുയായികൾ, ആരാധകർ ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ടുള്ള ആക്രമണം സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് കേരളം കാത്തിരുന്ന കേസിലെ ഇന്ന് നടന്ന സംഭവങ്ങൾ.